ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ മോമോസ് അല്ലെങ്കിൽ വെജ് മോമോസ് വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഷേപ്പ് ചെയ്ത് ഒത്തിരി സമയം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് ഫില്ലിങ്സ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടിപ്പും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായും മിസ് ചെയ്യരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ഇതിലോട്ടുള്ള മാവ് കുഴച്ചെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി, അരക്കപ്പ് മൈദക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബട്ടറാണ്. അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ 1 ടേബിൾ സ്പൂൺ. ഒരു ബട്ടർ കൂടി ചേർത്തിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബട്ടർ ഇനി കയ്യിലില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നന്നായിട്ട് നമ്മളിങ്ങനെ കൈവച്ച് തിരുമ്മിയെടുക്കാമെന്ന് പറയില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ബട്ടറും അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടർ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല, ഒത്തിരി ഭയങ്കരമായിട്ട് ടൈറ്റായി പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതിയാകും. കണ്ടോ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള മാവിനെ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. 15 മിനിറ്റ് തുടങ്ങി അരമണിക്കൂർ വരെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനി ഇതിനകത്തുള്ള ഫില്ലിങ്സ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ്, അരക്കപ്പോളം ക്യാബേജാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സവാള കുറഞ്ഞ അളവിൽ മതി. ഒരു ചെറിയ സവാള, അതല്ലെങ്കിൽ വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ മതിയാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പച്ചക്കറികൾ നമ്മൾ നന്നായിട്ട് പച്ചക്കറിയിലുള്ള വെള്ളം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വേണം ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമ്മിയെടുക്കണം. പച്ചക്കറികളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളമൊക്കെ അങ്ങ് നമുക്ക് ഊറ്റി കളയാൻ വേണ്ടിയിട്ട് കഴിയും. ആ ഒരു പാകത്തിന് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ, ഒരു 2 പച്ചമുളക്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളം വാർന്നെടുത്തിട്ടുള്ള പച്ചക്കറികൾ ഇതിനകത്തോട്ടേക്ക് ചേർക്കണം. നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഇതിനകത്ത് നിന്ന് കളഞ്ഞ് പച്ചക്കറികൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഫില്ലിങ്സ് നനവൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് റെഡിയായി കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം അളവിൽ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറികൾ ചേർക്കുമ്പോൾ തന്നെ കൂട്ടത്തിൽ ഉപ്പ്, പഞ്ചസാര, മല്ലിയില, അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കൂടുതൽ സമയം നമ്മൾ പച്ചക്കറികൾ വെന്ത് കുഴയുന്ന പാകത്തിൽ ഒരിക്കലും റെഡിയാക്കി എടുക്കരുത്. ചെറുതായിട്ട് വളരെ കുറഞ്ഞ സമയം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. 2 മിനിറ്റിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഗരം മസാല പൗഡർ, അതുപോലെ ഇനി ഞാൻ ഇതിലോട്ടേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചിട്ടുള്ള ജസ്റ്റ് ചെറിയ 2 പീസ് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് പിച്ചി എടുത്തിട്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വെജിറ്റബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോൺ വെജ് വേണ്ട എന്നാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ചിക്കൻ ഈ ഒരു സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ അല്ല, ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കാം ഇതുപോലെ വേവിച്ചിട്ട്, അല്ലെങ്കിൽ മുട്ട ചിക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ലൈറ്റ് സോയാ സോസ്, ഡാർക്ക് അല്ല ലൈറ്റ് സോയാ സോസാണ് ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കരുത്, കാരണം സോയാ സോസിന് ഓൾറെഡി ഒരു ഉപ്പ് രസം ഉണ്ടാകും. അപ്പോൾ അത് നോക്കി ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓരോ ഉരുളകളാക്കി റെഡിയാക്കി എടുത്ത് അത് പരത്തിയെടുത്ത് അത് ഷേപ്പ് ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് പകരം ഇതുപോലെയുള്ള ഒരു റോള് 2 ഷീറ്റായിട്ട് മാത്രം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 റോളായിട്ട് ഇതുപോലെ രണ്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊടി വിതറി കൊടുക്കാം. കുറച്ച് മൈദ വിതറി കൊടുത്തതിന് ശേഷം
നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ളത് ഇതുപോലെ മൈദയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി കനം കുറഞ്ഞ് നല്ല വലിയ ഷീറ്റായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അത്യാവശ്യം വലിയൊരു ഷീറ്റായിട്ട് തന്നെ നല്ല കനം കുറഞ്ഞിട്ട് കണ്ടോ, നല്ല തിൻ ഷീറ്റായിട്ടാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. നമ്മൾ കനം കുറഞ്ഞ് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഉണ്ണിയപ്പ ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ണിയപ്പ ചട്ടി ഇല്ല, നിങ്ങൾ ബേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കേക്ക്, നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, സിലിക്കൺ മോൾഡോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ട്രേ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അതില്ലെങ്കിൽ ഐസ് ക്യൂബ് ട്രേ സ്റ്റീലിൻ്റെതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് റെഡിയാക്കിയെടുക്കാം. ഈ ഒരു ഇതുപോലെയുള്ള പാത്രം മോൾഡ് വെച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു ഷീറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഉള്ളിലോട്ടേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഈ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വിരൽ, 2 വിരൽ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ഒരു റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് സോസാണ്. അപ്പോൾ ഈ ഒരു മോമോസിന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചട്നിയുടേതോ മയോണൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയധികം നല്ലൊരു ഫ്ലേവറാണ് ഇതിനുണ്ടാകുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചട്നി ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ സോസ് ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല പ്രസ് ചെയ്തിട്ട് അത്യാവശ്യം ഫില്ലിങ്സ് ധാരാളം വരുന്ന രീതിയിൽ തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതായത് തിന്നായിട്ടുള്ള ഒരു ഷീറ്റിൻ്റെ കവറിങ്ങും ഉള്ളിൽ നല്ല ഹെവി ആയിട്ടുള്ള ഫില്ലിങ്ങും ആയിട്ടാണ് ഇത് റെഡിയായി കിട്ടുക. അപ്പോൾ മുഴുവൻ നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. നിങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുന്നതിനാണെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ 1 കപ്പ് മൈദയൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് 2 തവണയായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മയണൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മയണൈസിൻ്റെ ഫില്ലിങ് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അടുത്ത ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ 2 ഷീറ്റും കൂടി അങ്ങ് പ്രസ്സായി നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടും. എന്നിട്ട് അധികം വരുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ താഴെ ഭാഗത്തോട്ട് വന്നത്, അത് ഞാൻ മുറിച്ച് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ നല്ലൊരു ബേസായിട്ട് വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ആവി വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ണിയപ്പ ചട്ടി അതിനകത്തോട്ടേക്ക് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ശരിക്കും നല്ല എളുപ്പത്തിൽ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാനും നല്ല സിമ്പിളാണ്. അതുപോലെ ഇതുപോലെ ഒരു മോൾഡ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഒട്ടും നല്ല ഷേപ്പിൽ, സാധാരണ നമ്മൾ മോമോസ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ മിക്കതിനും ഷേപ്പ് കറക്റ്റായിട്ടൊരു ഷേപ്പ് നമുക്ക് നല്ലതുപോലെ കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഒരു 7 മിനിറ്റ് തുടങ്ങി 10 മിനിറ്റ് വരെ മാത്രം ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ ഇത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് വരും. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണെന്ന് തന്നെ പറയാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോസ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾ സെർവ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയണൈസും ഒക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്നി ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ മോമോസ്, വെജ് മോമോസ് നമ്മുടെ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ റെസിപ്പി കാണാത്തവർ കണ്ടു നോക്കുക. അതിനകത്ത് ചട്നിയുടെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചട്നി വേണമെന്നാണെങ്കിൽ അതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം സോസ് ഇതുപോലെ സൈഡായിട്ട് സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ മയണൈസ് സൈഡായിട്ട് സെർവ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചട്നി റെഡിയാക്കി എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.